ഹായ് ഗായ്സ്, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ തന്നെ തയ്ച്ച് ഞാൻ തന്നെ കൊളാക്കിയ ഒരു ഡ്രസ്സാണ്. ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്കിനൊക്കെ നന്നായിട്ട് അങ്ങ് ഇറക്കി കൊടുത്തു. കെട്ടും പൊട്ടൊക്കെ വെക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അൺഫോർച്യുനേറ്റ്ലി അതൊന്നും നടന്നില്ല. പിന്നെ സെക്കൻഡ് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗോൾഡ് കളറിൽ ആൻറ്റിക് ബീഡ്സ് മേടിച്ചു. 2 സൈസിൽ, ചെറുതും വലുതായിട്ടുള്ള 2 സൈസിൽ ആൻറ്റിക് ബീഡ്സ് മേടിച്ചിട്ട് ഇതേപോലെ ഫുൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വാഷ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മുത്തിൻ്റെ പെയിൻറ്റ് കുറേശ്ശെ ഇളകാൻ തുടങ്ങി. സെക്കൻഡ് വാഷ് ആയപ്പോഴത്തേക്കും മുത്ത് തന്നെ മൊത്തത്തിൽ ഇളകി പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ബാക്കി ഇരുന്ന മുത്തുകളും കൂടി ഇളക്കി കളഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്. ആ ഗ്ലൂവിൻ്റെ മാർക്കും അതേപോലെ ആ മുത്തിൻ്റെ ഗോൾഡൻ കളറിലെ പെയിൻറ്റൊക്കെ അതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ പകച്ച് നിന്നപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഒരു പരീക്ഷണം കൂടി നടത്തിയാലോ എന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് റൗണ്ട് ബീഡ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇതായിരുന്നു ഇതിൻ്റെ ഒരു ഫസ്റ്റിലത്തെ ലുക്ക്. അവിടെ എനിക്ക് പണി കിട്ടി. പകുതി ഒട്ടിച്ചപ്പോൾ റൗണ്ട് മിറർ തീർന്നു. അങ്ങനെ ഞാൻ കുറച്ച് മിറർ മേടിച്ചു. ഇതുപോലെ 2 സൈസിലുള്ള മിറേഴ്സ് മേടിച്ചു. പിന്നെ ഇതേപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് വെച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യണം എന്നൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിൽ കെട്ടുംപൂട്ടൊക്കെ വെക്കണം എന്നുള്ള ആഗ്രഹത്തിൽ അതും മേടിച്ചു. 1 അല്ല 2 അല്ല 3 അല്ല 4 എണ്ണം മേടിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സാധന സാമഗ്രികളെല്ലാം സെറ്റാക്കി. ഞാൻ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്ലൂ ആണ്. ഫെവിക്രിലിൻ്റെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ എൻ്റെ പണി ആരംഭിച്ചു. ഗ്ലൂ വെച്ച് കൊടുത്തു. മിറേഴ്സ് കുറേശ്ശെയായിട്ട് ഒട്ടിച്ചു കൊടുത്തു. തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കുത്തിട്ട് പോവുക, മിറർ ഒട്ടിക്കുക, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് കടൽ പോലെ അങ്ങ് നീണ്ട് കിടക്കുമല്ലേ. ഇതിനിപ്പം തുടങ്ങിയും പോയി, ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് വേറെ വഴിയില്ല. പിന്നെ ഇത് ഇടയ്ക്ക് നിർത്തിയാൽ വീണ്ടും ഇതിൻ്റെ മാർക്സ് അവിടെ നിൽക്കും. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. പിന്നെ റെഡ് എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയിൽ LED ബൾബ് തൂക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനല്ല ഇടുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സഹിക്കണം, സഹിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഇട്ട് വന്നപ്പോൾ ഇതുപോലെ ഇരുന്നു. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ.